ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടേൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഞാനിവിടെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരുമിച്ചിട്ട് കൊടുത്താൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അതേപോലെ തന്നെ നല്ല പേസ്റ്റായി കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അളവിൽ ഉഴുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ല, നല്ല പേസ്റ്റാക്കിയിട്ട് നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും, ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും നല്ലത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. എന്നാലാണ് നല്ലപോലെ ഫെർമെൻ്റായി വരുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്നിങ്ങനെ പതപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 6-7 മണിക്കൂർ നല്ല രീതിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ കഷ്ണം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അതേപോലെ തന്നെ ആദ്യം തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതൊന്നുകൂടി ലൂസാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും. പച്ചമുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇഞ്ചി ഏകദേശം 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ കുരുമുളക്, പച്ചക്കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കത് താല്പര്യമില്ല ഇങ്ങനെ ഇടയ്ക്ക് കുരുമുളക് കടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു വടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു വടയുടെ ഷേപ്പ് ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ വാഴയിലയിലോ വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് ലൂസായിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്ന് കരുതി കുറച്ചധികം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റാക്കി വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ കുറച്ച് ലൂസായാലും കുറച്ചും കൂടി ടേസ്റ്റിൽ ഇട്ടുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇടുന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ കുറച്ച് ലൂസായാലും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൈകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണ്. ഷേപ്പ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ ചെയ്താലും മതി. എനിക്ക് കുറച്ചുകൂടി സൗകര്യം കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. പക്ഷെ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം നല്ലൊരു ബ്രൗൺ കളറെല്ലാം ആയി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഏകദേശം ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി വരണ്ട. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.